ഹലോ മച്ചന്മാരെ, അപ്പോൾ സ്വിഗ്ഗി ഡെലിവറി ലോൺ ഡ്യൂട്ടിയിലാണ് ഞാൻ. അപ്പം ഞാൻ ഓടുന്നത് കോലഞ്ചേരി സോണിലാണ്. അപ്പോൾ ഓർഡർ കിട്ടിയേക്കുന്നത് കോലഞ്ചേരി ടു പിറവ 15 കിലോമീറ്റർ ഓടി 126 രൂപ ഏണിങ്സ് കിട്ടി. ഇപ്പോൾ 50 രൂപ റിട്ടേൺ ബോണസ് എന്ന് കാണിച്ചിട്ട് അത് ഏണിങ്സിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, ഇത് ഫീൽഡ് കൈകാര്യം ചെയ്യുന്ന ഒരു ചേട്ടനെ വിളിച്ചു. അപ്പം പുള്ളി ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി പേ ഔട്ട് വരുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോയ വഴിക്ക് 1-2 സ്പോട്ട് കണ്ടു. അത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. നല്ല വ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഓട്ടത്തിനിടയിൽ ഞാൻ വണ്ടി നിർത്തിയത്. അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ മറ്റേ സ്വിഗ്ഗിയിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത്ര ചെയ്യേണ്ടതുള്ളൂ. സ്വിഗ്ഗിയുടെ ഡെലിവറി പാർട്ണറാകുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ ലൈസൻസ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയറെ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതല്ലെങ്കിൽ ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ, ഫ്രണ്ട്സ് ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫീൽഡും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരുടെയും നമ്പർ നമുക്ക് കിട്ടും. അപ്പം അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അദ്ദേഹം ഒരു ഡേറ്റ് വിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നൊരു ഡേറ്റ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പറ്റുന്നൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് ഓൺബോർഡ് ചെയ്ത് തരും. ഓൺബോർഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഓടാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഡേറ്റ് തൊട്ട് ഓടി തുടങ്ങാം. ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഓർഡർ കുറവായിരിക്കില്ല, ചില ദിവസങ്ങളിലൊക്കെ നല്ല ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ വരുന്നത് നഷ്ടമൊന്നുമില്ല. സമയം കിട്ടാൻ വരുന്നൊരു റെയിൻകോട്ടാണ്. അപ്പോൾ അതും നമ്മുടെ കൂടുന്ന ഏണിങ്സിൽ നിന്ന് 2 തവണയായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്.